ആസ്വാദകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിടി ചിത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ തന്നെ പ്രേക്ഷക മനസ്സിൽ അത്രയേറെ ആഴത്തിൽ ഇടം നേടിയ ചിത്രങ്ങളുടെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒക്കെയാണുള്ളത്. പലപ്പോഴും രണ്ടാം ഭാഗമൊക്കെ ആളുകൾ ഏറ്റെടുക്കാറുണ്ടെങ്കിലും അതും കഴിഞ്ഞ് മൂന്നാം ഭാഗമൊക്കെ എത്താറുള്ളത് വളരെ അപൂർവമാണ്. മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ ദൃശ്യം 3യും ജയസൂര്യയും മിഥുൻ മാനുവൽ തോമസും ഒന്നിക്കുന്ന ആട് 3യും ഒക്കെയാണ് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങി നിൽക്കുന്നത്. ജോർജ് കുട്ടിയും കുടുംബവും ദൃശ്യം 3യിലൂടെ ഏപ്രിലിലും ഷാജി പാപ്പനും പിള്ളേരും ആട് 3യിലൂടെ മാർച്ചിലും എത്തും. ഇതോടൊപ്പം പുതിയ കലാകാരന്മാരെ അണിനിരത്തി വാഴ 2വും ഏപ്രിൽ 2-ന് എത്തും. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു 2013-ൽ പുറത്തിറങ്ങിയ ദൃശ്യം. മൊത്തം 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത്. ചൈനീസിലടക്കം 6 ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശ ശരത്, സിദ്ദീഖ്, എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19-നാണ് ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത്. ആമസോൺ പ്രൈമിലായിരുന്നു ഇത് സ്ട്രീം ചെയ്തത്. 2015-ലാണ് ആട് ഒരു ഭീകരജീവിയാണ് എന്ന പേരിൽ ആദ്യ ഭാഗം എത്തിയത്. സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായെങ്കിലും ടിവിയിൽ എത്തിയപ്പോൾ സ്വീകാര്യത നേടുകയായിരുന്നു. 2017-ലാണ് ആട് 2 എന്ന പേരിൽ രണ്ടാം ഭാഗം എത്തിയത്. ഈ ചിത്രം 2017-ൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ നിന്നും മാറി വമ്പൻ മുതൽമുടക്കിലാണ് മൂന്നാം ഭാഗം എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. അതേസമയം ആട് മൂന്നാം ഭാഗത്തോടെ ആട് പരമ്പര അവസാനിപ്പിക്കുകയാണെന്നാണ് മിഥുൻ മാനുവൽ തോമസ് പറയുന്നത്. 2 ഭാഗങ്ങളായാണ് മൂന്നാം ഭാഗം എത്തുന്നത്. ആദ്യ ഭാഗമാണ് ഈ ആഴ്ച എത്തുന്നത്. ആദ്യ ഭാഗത്തിന് നല്ല പ്രതികരണം ലഭിച്ചാൽ രണ്ടാം ഭാഗം എത്തുമെന്നാണ് മിഥുൻ മാനുവൽ പറയുന്നത്. ജീവിതത്തിന്റെ ഭാഗമായ മലയാളികളുടെ ഇടയിലേക്ക് നമ്മളെ എത്തിച്ച ഫ്രാഞ്ചൈസ് നിർത്തുക എന്ന് പറയുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ വിഷമത്തെക്കാൾ ഉപരിയായി നല്ല രീതിയിൽ നിർത്തുക എന്നതാണ് എന്റെ ഹൈ എന്നാണ് മിഥുൻ മാനുവൽ തോമസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതേസമയം ഇത്തവണ വമ്പന്മാർക്കൊപ്പം മത്സരിക്കാൻ രണ്ടാം ഭാഗത്തിലൂടെ എത്തുന്ന മറ്റൊരു ചിത്രം വാഴ 2 ആണ്. ദൃശ്യം 3-നൊപ്പം വാഴയുടെ രണ്ടാം ഭാഗവും തിയേറ്ററിലെത്തും. സോഷ്യൽ മീഡിയയിൽ താരങ്ങളായ ഒരു പിടി യുവനിരയെ അണിനിരത്തി നവാഗതനായ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് 2024-ൽ ഹിറ്റ് ചിത്രമായ വാഴ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണിത്. ചിത്രത്തിലെ അതിമനോഹരം എന്ന ഗാനം സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. നൊസ്റ്റാൾജിയ ഘടകമാണ് പ്രേക്ഷകരുടെ ഇടയിൽ ഗാനത്തിന് ഇത്ര ശ്രദ്ധ നേടാൻ ആകർഷിച്ചത്. നവാഗതനായ സവിൻ എസ് ആണ് പുതിയ കലാകാരന്മാരെ അണിനിരത്തി വാഴ 2 ഒരുക്കുന്നത്. ആദ്യ ഭാഗത്തിന്റെ രചയിതാവായ വിപിൻ ദാസ് തന്നെയാണ് വാഴ 2-നും തിരക്കഥയൊരുക്കുന്നത്.